ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യും. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? by the grace of God, സന്തോഷമായിട്ടിരിക്കുന്നു. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. ദേവദാസന്റെ ജീവിതാനുഭവങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. ഹല്ലേലൂയ. ഞങ്ങളുടെ പാദപീഠത്തില് അടിയങ്ങളായിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മഹാസാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉള്ളതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനായി സ്തോത്രം. ദൈവം ബലപ്പെടുത്തണമേ. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും എല്ലാം പ്രസ്താവിപ്പാന് ആവശ്യമുള്ള എല്ലാ ദൈവകൃപയും പരിശുദ്ധാത്മാവിന്റെ ദാസന്റെ മേല പകർന്ന് വായോടും നാവോടും കൂടെ ഇരുന്നാട്ട് കേൾക്കുന്ന ജനത്തിന് അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാന് കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ നാമം ഇതിലൂടെ ഉയർത്തപ്പെടുവാന് കർത്താവ് സഹായിച്ചാട്ട്. ഹല്ലേലൂയ. സിസ്റ്റത്തെയും നെറ്റ്വർക്കിനെ എല്ലാം കൂടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവദാസനെ കർത്താവ് സഹായിക്കട്ടെ. ദൈവദാസന്റെ ജീവിതാനുഭവത്തിലേക്ക് കടന്നു പോകാം. ഓക്കേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ ആയുസിൻ്റെ ഒരു പ്രദോഷം കൂടെ കാണുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയാം. കർത്താവിന് സ്തോത്രമെന്ന യാഗം അർപ്പിച്ചുകൊണ്ട് കർത്താവ് എനിക്ക് നൽകിയ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ ആ സാക്ഷ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സങ്കീർത്തനങ്ങൾ 117 1-2 വാക്യങ്ങൾ. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ, സകല വംശങ്ങളുമായുള്ളവരെ കർത്താവിനെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു. യഹോവയുടെ വിശ്വസ്തത എന്നേക്കും ഉള്ളത്. കർത്താവിനെ സ്തുതിപ്പീൻ. സ്തുതിപ്പെന്ന സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവ് നമുക്ക് നൽകിയ ആ ഒരു വലിയ കൃപയും ദയയും ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പാടാം, സ്തുതിക്കാം, ആരാധിക്കാം. എന്നോടുള്ള നിൻ്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിൻ്റെ കൃപ എത്ര വലിയത്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അത് മഞ്ഞുപോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. അത് മഞ്ഞുപോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടു മാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടു മാറുകില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അമ്മതൻ ഉദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യദയോടെ വീണ്ടെടുത്തല്ലോ. അമ്മ
തൻ ഉദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യദയോടെ വീണ്ടെടുത്തല്ലോ. നരയോളം ചുമക്കാമെന്നരുളിയോനേ, നിന്നോട് തുല്യനായി ആരുമില്ല. നരയോളം ചുമക്കാമെന്നരുളിയോനേ, നിന്നോട് തുല്യനായി ആരുമില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അത് മഞ്ഞുപോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അത് മാരിപ്പോലെ എന്മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ട് മാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ട് മാറുകില്ല. രോഗത്താൽ എൻ്റെ ദേഹം ക്ഷീണിച്ചപ്പോൾ ചാരത്തു വന്നെന്നെ സൗഖ്യമാക്കി. രോഗത്താൽ എൻ്റെ ദേഹം ക്ഷീണിച്ചപ്പോൾ ചാരത്തു വന്നെന്നെ സൗഖ്യമാക്കി. എന്നിലുള്ള ആയുസ്സു തീരും വരെ യേശുവിനായി ഞാൻ ജീവിച്ചിടും. എന്നിലുള്ള ആയുസ്സു തീരും വരെ യേശുവിനായി ഞാൻ ജീവിച്ചിടും. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയതപ്പാ. എന്നോടുള്ള നിന്റെ ദയ, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. പാപിയായിരുന്നെന്നെ തേടി വന്നല്ലോ, പാവന നിണം ചിന്തി വീണ്ടെടുത്തല്ലോ. പാപിയായിരുന്നെന്നെ തേടി വന്നല്ലോ, പാവന നിണം ചിന്തി വീണ്ടെടുത്തല്ലോ. നിത്യതയോളവും നടത്തിടുവാൻ യേശുവേ നീ മാത്രം മതി എനിക്ക്. നിത്യതയോളവും നടത്തിടുവാൻ യേശുവേ നീ മാത്രം മതി എനിക്ക്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത് യേശപ്പാ. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അമ്മതൻ ഉദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യദയോടെ വീണ്ടെടുത്തല്ലോ. അമ്മതൻ ഉദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യദയോടെ വീണ്ടെടുത്തല്ലോ. നരയോളം ചുമക്കാമെന്നരുളിയോനേ, എന്നോട് തുല്യനായി ആരുമില്ല. നരയോളം ചുമക്കാമെന്നരുളിയോനേ, എന്നോട് തുല്യനായി ആരുമില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. ആമേൻ 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 ആമേൻ. സ്തുതിക്കുന്നു 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 മനമേ, അവൻ ഉപകാരങ്ങൾ മറക്കരുതേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്.
ജീവനുള്ള പാറയും വീണ്ടെടുപ്പാറുമായ കർത്താവേ, ഞങ്ങളെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവാം ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളുടെ മധ്യമുള്ളതിനായി സ്തോത്രം, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജോയ്സി TV മിനിസ്ട്രിയിലൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു. എൻ്റെ നാട്, ഞാൻ ജനിച്ച സ്ഥലം ആലപ്പുഴ കാഞ്ഞിറഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 12 മക്കളായിരുന്നു. വലിയൊരു ഫാമിലി. അതിൽ 7ാമനായിരുന്നു ഞാൻ. എൻ്റെ സ്കൂൾ ജീവിതമൊക്കെ ആലപ്പുഴയിൽ തന്നെയായിരുന്നു. എൻ്റെ ഹൈസ്കൂൾ പഠനം ഞാൻ പൂർത്തീകരിച്ചത് ആലപ്പുഴ ലിയോ 13 ഹൈസ്കൂളിലായിരുന്നു. ഹൈസ്കൂൾ പഠനത്തിന് ശേഷം 10ാം ക്ലാസ് പാസ്സായോടുകൂടി ഞാൻ സെമിനാരിലേക്ക് ചേരുകയാണ് ഉണ്ടായത്. എൻ്റെ സ്റ്റാർട്ടിങ് കൊല്ലം തില്ലേരിപ്പള്ളി കപ്പുച്ചിനാശ്രമം, അവിടെയാണ് കപ്പുച്ചിൻ പുരോഹിതനാകാനുള്ള ദ ഫസ്റ്റ് ഇനീഷ്യേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ്. അവിടെ ചേർന്ന് 1 വർഷത്തിന് ശേഷം PDC കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പ്രീ നോവിഷ്യേറ്റ് കോഴ്സ് എന്നും പറഞ്ഞ ഒരു കോഴ്സുണ്ട്. അതിനുശേഷം നോവിഷ്യേറ്റിനായിട്ട് വസ്ത്രം ലഭിക്കുന്ന കോഴ്സ് ആണ് നോവിഷ്യേറ്റ് എന്ന് പറയുന്നത്. അത് പ്രീ നോവിഷ്യേറ്റ് നടത്തിയത് സുൽത്താൻ ബത്തേരി, വയനാട് സുൽത്താൻ ബത്തേരിയിലായിരുന്നു. അവിടെ 1 ഇയർ. അതിനുശേഷം വീണ്ടും റീജൻസി എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്, റീതിങ്കിങ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഇനോവിഷ്യേറ്റ് കോഴ്സ്. ഈ വസ്ത്രം ലഭിക്കുന്ന 1 ഇയറാണ് അതിനുള്ള കോഴ്സ്. ആ വസ്ത്രം ലഭിക്കുമ്പോഴാണ് ഫസ്റ്റ് പ്രൊഫഷൻ എടുക്കുന്നത്. അതായത് 3 വൗസ് ഉണ്ട്: പോവർട്ടി, ചാസ്റ്റി ആൻഡ് ഒബീഡിയൻസ്. അതിനുശേഷം വീണ്ടും 1 വർഷം കൂടി റീജൻസി ഉണ്ട്. അഗെയിൻ വീണ്ടും ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടി തരികയാണ്. അതിനുശേഷമാണ് ഫിലോസഫി കോഴ്സിലേക്ക് പോകുന്നത്. അത് തൃശ്ശൂർ കാൽവരി എന്ന് പറയുന്ന ആശ്രമത്തിലായിരുന്നു, പുത്തോൾ. അവിടെ 3 years ഓഫ് ഫിലോസഫിക്കൽ ട്രെയിനിങ് ആണ്. അത് കഴിഞ്ഞ് വീണ്ടും റീജൻസിയാണ്. അഗെയിൻ റീതിങ്കിങ്, മുന്നോട്ട് പോകണോ എന്ന് വീണ്ടും ചിന്തിക്കാനുള്ള അവസരം. അത് കഴിഞ്ഞാണ് 4 years ഓഫ് തിയോളജി, ദൈവശാസ്ത്ര പഠനം. അത് കോട്ടയം തെള്ളകം എന്ന് പറയുന്ന തിയോളജിക്കൽ സെമിനാരിയിലായിരുന്നു. അതിനുശേഷം 4 years ഓഫ് തിയോളജിക്കൽ കോഴ്സ് കഴിഞ്ഞ് വീണ്ടും റീജൻസിയാണ്. 1 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് പൗരോഹിത്യം പട്ടം സ്വീകരണം ലഭിക്കുന്നത്. അങ്ങനെ ടോട്ടലി ഒരു 14 years ഓഫ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. പുരോഹിതനായതിനു ശേഷം സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ബാച്ചിൽ ഞങ്ങൾ 25 സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ SSLC കഴിഞ്ഞ് വന്ന 25 പേര്.
അങ്ങനെ പിന്നെ ഓർഡിനേഷൻ്റെ ടൈം ആയപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി എല്ലാവരും അവരുടേതായ റീസൺസ് കാരണം അവർ കപ്പുച്ചൻ സഭ വിട്ടുപോയി. അങ്ങനെ ഞാൻ കപ്പുച്ചൻ ആശ്രമത്തിൽ, ഫ്രാൻസിസൻ കപ്പുച്ചൻ ആശ്രമത്തിൽ 9 വർഷം പുരോഹിതനായിരുന്നു കൊണ്ട് കപ്പുച്ചൻ മിഷൻ ധ്യാനത്തിൻ്റെ ധ്യാന ഗുരുവായി ഞാൻ പ്രവർത്തിച്ചു. ടോട്ടലി 22 ഇയേഴ്സ് ഞാൻ കപ്പുച്ചൻ മോണസ്ട്രീസിൽ ഉണ്ടായിരുന്നു. 2000 എൻ്റെ കർത്താവ് എന്നെ തിരഞ്ഞെടുക്കുന്നതും എന്നെ മനുഷ്യനെ പിടിക്കുന്നതിനാക്കി മാറ്റിയത്. ഒരു ധ്യാനഗുരു എന്നുള്ള നിലയിൽ കേരളത്തിനകത്തും പുറത്തും, ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ പള്ളികളിൽ, രൂപതകളിൽ ധ്യാനിപ്പിക്കാൻ പോവുക പതിവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഉപദ്രവിച്ചിരുന്നത് പെന്തക്കോസ് കൂട്ടായ്മകളെയാണ്, പെന്തക്കോസ് സഭകളെയാണ് ഞാൻ വിശുദ്ധ പൗലൂസിനെ പോലെ ഉപദ്രവിച്ചിരുന്നത്. നമുക്കല്പം ബൈബിളിലേക്ക് പോകാം, തിരുവചനത്തിലേക്ക് പോകാം, വിശുദ്ധ പൗലൂസിൻ്റെ സാക്ഷ്യത്തിലേക്ക് പോകാം. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നുള്ളൂ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഐ ജസ്റ്റ് റീഡ്. ഞാൻ ഒന്ന് വായിക്കാം. 8-ാം നാളിൽ പരിച്ഛേദനം ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് കർത്താവിനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ കർത്താവിൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നു എണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായൊന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്നു ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മൾ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. ആമേൻ. വിശുദ്ധ പൗലോസിൻ്റെ സാക്ഷ്യമാണ് നാം വായിച്ചത് കേട്ടത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ ഒരേ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ, കർത്താവ് യേശു ക്രിസ്തു മാത്രം. എന്നാൽ ആർക്കെങ്കിലും കർത്താവിനെ കൂടാതെ ഒരു റോൾ മോഡലാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് വിശുദ്ധ പൗലോസാണ്. കാരണം 1 കൊറിന്ത്യർ
11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ക്രിസ്തുവിൻ്റെ അനുകാരികളായിരിക്കുന്ന മക്കൾക്ക് ഒരു ചലഞ്ച് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 11:1 ബി യു ഫോളോവേഴ്സ് ഓഫ് മീ ഈവൻ ആസ് ഐ ഓൾസോ ആം ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ എന്നുള്ള ഒരു ആഹ്വാനം വിശുദ്ധ പൗലോസ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. വേറെ ഒരു അപ്പോസ്തലനും ഈ ഒരു അവകാശം പറഞ്ഞിട്ടില്ല. ബിക്കോസ് പൗലോസാണ് കർത്താവിനെ അനുകരിക്കാൻ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് ഇറങ്ങിയ ഒരു വിശുദ്ധൻ. കോടീശ്വരൻ്റെ മകനായിരുന്നു. 12 ജ്ഞാനികളിൽ ഒരു ജ്ഞാനിയായിരുന്നു വിശുദ്ധ പൗലോസ്. ആ പൗലോസ് അഗ്രഗണ്യനായിരുന്നു എല്ലാ തലത്തിലും. തൻ്റെ സാക്ഷ്യത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ കർത്താവിനെ നേടേണ്ടതിന്, കർത്താവിനെ അറിയേണ്ടതിന് വിശുദ്ധൻ സകലതും തനിക്കുള്ളതെല്ലാം സകലതും ചവർന്ന് എണ്ണേ. സ്തോത്രം. ഒരിക്കൽ കർത്താവിന് കൈകൊടുത്തതിന് ശേഷം പിന്നെ പൗലോസ് പുറകോട്ട് നോക്കിയിട്ടില്ല, പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ വിശുദ്ധൻ കൊടുക്കേണ്ടി വന്ന വില അത് ഭയങ്കരമാണ്. സ്തോത്രം. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, സ്തോത്രം. എങ്കിലും ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് എനിക്കറിയാം എന്നുള്ള ദൃഢനിശ്ചയം പൗലോസ് തൻ്റെ ഓട്ടം പൂർത്തീകരിച്ചു. കർത്താവേ, ഈ തിരുവചന പ്രകാരം ഞങ്ങൾക്കും തന്നിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ വിശുദ്ധനെ പോലെ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. വിശുദ്ധൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ എടുക്കുകയാണ്. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. വിശുദ്ധ പൗലോസിനെ പോലെ എനിക്കും ഉണ്ടായിരുന്ന ഒരു ശുഷ്കാന്തി. ഞാൻ ആയിരുന്ന റോമൻ കാത്തലിക് ചർച്ച് മാത്രമാണ് സത്യസഭയെന്നുള്ള ചിന്തയിൽ ഞാൻ എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവരെല്ലാം കൂടുതൽ ഫോക്കസ് ചെയ്തു. വേദനിപ്പിച്ചത്, ഉപദ്രവിച്ചത് പെന്തക്കോസ് കൂട്ടായ്മകളെയാണ്. ഞാൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: ഈ കറുത്ത പുസ്തകമായിട്ട് ആര് വീട്ടിൽ വരുന്നു, അതായത് പാസ്റ്റർമാരെ വീട്ടിൽ കയറ്റരുത് എന്നാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. പെന്തക്കോസ് കൂട്ടായ്മയിൽ പോയാൽ, പ്രാർത്ഥനയ്ക്ക് പോയാൽ സഭയിൽ നിന്ന് പുറത്താക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീച്ചിങ് ആയിരുന്നു, പെന്തക്കോസ് സഭ അമ്മയില്ലാത്ത മക്കളാണ്. അതാണ് അത്. ഇന്നും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അമ്മയില്ലാത്ത മക്കളാണ്. 5 മിനിറ്റ് നീ അവരുമായിട്ട് സംസാരിച്ചാൽ 6ാമത്തെ മിനിറ്റ് അവൻ നിന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോകും. അതുകൊണ്ട് അങ്ങനെയുള്ളവരോട് വളരെ അകന്നു നിൽക്കണം. അവരോട് എന്താ പറയുക, ആ കാലഘട്ടത്തിൽ ശരിക്കും വെറുപ്പായിരുന്നു. എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ വിളി 2000-ൽ എൻ്റെ മേൽ വെളിപ്പെട്ടു വന്നു. സ്തോത്രം. ഞാൻ കണ്ണൂർ ഭരണശ്ശേരി ആശ്രമത്തിലായിരിക്കുമ്പോഴാണ് ഈ പെന്തക്കോസ് അനുഭവത്തിൽ ഞാൻ വരുന്നത്. അവിടെ പുതിയ തെരുവെന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പള്ളിയിലായിരുന്ന സമയത്ത്, റോമൻ കത്തോലിക്ക സഭയിലായിരുന്ന സമയത്ത് എനിക്ക് പരിചയമുണ്ടായിരുന്ന ഒരു പുരോഹിതനായിരുന്നു റാഫി എന്ന് പറയുന്ന ദൈവദാസൻ. അദ്ദേഹം ആലപ്പുഴ രൂപതയിലെ പുരോഹിതനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൽ സംബന്ധിച്ചിട്ടുള്ളവരാണ്. അദ്ദേഹം ഒരു പാട്ടുകൾ എഴുതും, പാട്ട് പാടും, ഓർഗൻ വായിക്കും. അങ്ങനെ അന്ന് ആലപ്പുഴ രൂപതയിലെ ഒരു ബൈബിൾ കൺവെൻഷൻ്റെ സ്റ്റേജിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു കൊയറിലുണ്ടായിരുന്നു. അന്ന് ഞാൻ വായിച്ചിരുന്നത് ഗിറ്റാറാണ്. അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. എന്നാൽ പിന്നീട് ഈ അച്ഛൻ പെന്തക്കോസ് അനുഭവത്തിൽ വന്ന് അദ്ദേഹം പാസ്റ്ററായിട്ട് കണ്ണൂർ പുതിയ തെരുവെന്ന് പറയുന്ന സ്ഥലത്ത് വർക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ അവിടെ ട്രാൻസ്ഫറായി ചെന്നപ്പോൾ ഞാൻ അറിഞ്ഞിങ്ങനെ
റാഫി അച്ഛൻ അവിടെ പാസ്റ്ററായിട്ട് പുതിയ തെരുവിലുണ്ടെന്ന്. ഞങ്ങൾ തമ്മിലുള്ള ആ പഴയ പരിചയം ഒന്ന് പുതുക്കാൻ പോയത്. സ്തോത്രം. നമുക്ക് ദൈവം ഒരു ടൈം വച്ചിട്ടുണ്ട്. ആ സമയത്ത് ദൈവം കണ്ടിരിക്കുന്ന നമ്മളെ ആ ബന്ധനത്തിൽ നിന്ന് അഴിക്കാൻ, മൂടുപടം മാറ്റിത്തരാൻ കർത്താവ് കറക്റ്റായിട്ടുള്ള ഒരു ദൂതനെ നമുക്ക് കാണിച്ചു തരും, അയച്ചു തരും. അന്നും ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ കണ്ണൂർ രൂപതയിൽ ധ്യാനിപ്പിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഇതേപോലെ ശുഷ്കാന്തി സംബന്ധിച്ച് ദൈവമക്കളെ ഉപദ്രവിച്ച് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ ഈ അച്ഛനെ പോയി കണ്ടു. ഞാൻ ഇദ്ദേഹമായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ റാഫി അച്ഛൻ എന്നോട് ബൈബിളിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, റാഫി ഇതെന്താ ഇങ്ങനെ, നമ്മൾ ബൈബിൾ പഠിച്ചവരല്ലേ? അപ്പോൾ റാഫി എന്നോട് പറഞ്ഞു, ക്രിസ്പനച്ചാ, നമ്മൾ ധ്യാനമൊക്കെ നടത്തുന്ന സമയത്ത് ദൈവവചനത്തിൻ്റെ ആഴം നമുക്കറിയത്തില്ലായിരുന്നു. ഇന്ന് എനിക്ക് ഈ സത്യം അറിയാം, ഈ സത്യം അച്ഛനും അറിയണം. ഞാൻ പറഞ്ഞോളൂ, 14 years ഓഫ് ട്രെയിനിങ് ആണ്. അതിൽ ബൈബിൾ, പുതിയ നിയമവും പഴയ നിയമവും, പഴയ നിയമവും പുതിയ നിയമവും തറവായിട്ട് പഠിക്കും, വൃത്തിയായിട്ട് പഠിക്കും. പക്ഷേ പഠിക്കുന്നത് ബുദ്ധി കൊണ്ട് മാത്രമാണ്. ദൈവമക്കളെ, വചനം പഠിക്കേണ്ടത് ബുദ്ധി കൊണ്ടല്ല, വചനം പഠിക്കേണ്ടത് ഹൃദയം കൊണ്ടാണ്. ആത്മാവാണ് ഇതെഴുതി തന്നത്. ഈ പുസ്തകത്തിൻ്റെ ഓദർ, ഈ ഗ്രന്ഥത്തിൻ്റെ ഓദർ, ഈ സത്യവേദ പുസ്തകത്തിൻ്റെ, തിരുവചനത്തിൻ്റെ, ബൈബിളിൻ്റെ ഓദർ ഏതെങ്കിലും ഒരു പ്രത്യേക സോക്കോൾഡ് സഭയല്ല, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ആ ദൈവം തിരുവചനം പഠിപ്പിക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ തലമണ്ടയിലിരിക്കുന്ന മൂടുപടം മാറുകയുള്ളൂ. പിശാച് കൊണ്ടേറ്റിരിക്കുന്ന മൂടുപടം മാറണമെങ്കിൽ ക്രിസ്തുവിലേക്ക് നോക്കണം. ക്രിസ്തുവിലേക്ക് നോക്കേണ്ടത് ഏതെങ്കിലും മനുഷ്യനിർമ്മിതമായ രൂപത്തിലോ പടത്തിലോ സ്റ്റാച്യൂലോ അല്ല. അതൊന്നും യേശു ക്രിസ്തു അല്ല, ദൈവത്തിൻ്റെ വചനത്തിലാണ് കർത്താവ്. കാരണം വെളിപ്പാട് പുസ്തകം പറയുന്നു, രക്താംഗി ധരിച്ചിരിക്കുന്നവൻ അവൻ്റെ പേര് ദൈവവചനം എന്നാകുന്നു. സ്തോത്രം. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സത്യം വെളിപ്പെടുന്നത് ഈ തിരുവചനത്തിലൂടെയാണ്. അപ്പോൾ വചനം പഠിക്കേണ്ടത് ബുദ്ധി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. ആത്മാവ് ദൈവം അത് വ്യാഖ്യാനിച്ചു തരുമ്പോഴാണ് ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നത്. സ്തോത്രം. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ക്രിസ്പനച്ച, ഈ 2000 അച്ഛനെ പൂർണ്ണസമയ സുവിശേഷ വേലക്കായിട്ട് കർത്താവ് വിളിക്കുകയാണ്. അതുകൊണ്ട് അച്ഛനെ ഒരു കാര്യം ചെയ്യണം. ദൈവമക്കളെ ഉപദ്രവിക്കുന്ന പരിപാടി നിർത്തിയിട്ട് അച്ഛൻ സ്നാനപ്പെടണം. സ്തോത്രം. സ്നാനത്തിൻ്റെ അർത്ഥം ക്രിസ്ത്യാനിക്ക് അറിയില്ലെങ്കിലും പിശാചിനറിയാം. ഞാൻ അച്ഛനോട് പറഞ്ഞു, റാഫി, നമ്മൾ ശിശുവായിരുന്നപ്പോൾ സ്നാനപ്പെട്ടില്ല, ഇനി അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം മർക്കോസ് 16:16 വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവന് ശിക്ഷാവിധിയിൽ അകപ്പെടും. ഈ തിരുവചന പ്രകാരമല്ല നമ്മൾ സ്നാനപ്പെട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളുമല്ല, ക്രിസ്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു മനുഷ്യൻ പറഞ്ഞുകൊണ്ട് അച്ഛൻ സ്നാനപ്പെടണ്ട. ദൈവാത്മാവ് സംസാരിച്ചാൽ മാത്രം സ്നാനപ്പെട്ടാൽ മതി. അപ്പോൾ ദൈവാത്മാവ് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഈ മനഃശാസ്ത്രവും തർക്കശാസ്ത്രമൊക്കെ പഠിക്കുന്ന കാരണം ദർശനത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് മനസ്സിൻ്റെ ഒരു വിഭ്രാന്തിയായിട്ടാണ്. എന്നാൽ ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, കുറച്ച് സമയം പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്ക്, പരിശുദ്ധാത്മാവ് സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു പ്രത്യേക പെർമിഷനോടുകൂടി ഞാൻ റാഫി അച്ഛൻ ചേർന്ന് നിന്ന ന്യൂ ലൈഫ് ഫെലോഷിപ്പിലെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ബാംഗ്ലൂരിലുള്ള അവരുടെ സെൻറ്ററിലേക്ക് പ്രാർത്ഥനയ്ക്കായി പോയി. പ്രാർത്ഥനയ്ക്ക് പോയി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ദർശനമെന്ന് പറയുന്നത്, യോർദാൻ നദിയിൽ സ്നാനപ്പെടുന്ന കർത്താവിനെയാണ് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു തന്നത്. എന്നെ എവിടെയാണോ പിശാച് കെട്ടിയിട്ടത്, എവിടെയാണോ എൻ്റെ മൂടുപടം പിശാച് കവർ ചെയ്തിട്ടത്, എന്നെ കാണിച്ചു തരികയാണ് കർത്താവിൻ്റെ സ്നാനം. അപ്പോൾ ഞാൻ റാഫിയെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ, ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു,
ദൈവാത്മാവ് സംസാരിക്കുന്ന അച്ഛൻ ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞു, തിരിച്ച് ആശ്രമത്തിലേക്ക് വരികയാണ്. ആശ്രമത്തിലായിരിക്കുമ്പോൾ തന്നെ, കണ്ണൂർ ഭരണശ്ശേരി കപ്പുച്ചിൻ ആശ്രമത്തിലായിരിക്കുമ്പോൾ തന്നെ റാഫി അച്ഛൻ കണ്ണൂരിലുള്ള ഒരു കണ്ണുനീർ പുഴയിൽ എന്നെ സ്നാനപ്പെടുത്തി. ഞാൻ സ്നാനം സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ ഉപദ്രവിച്ച ദൈവമക്കൾ ആ പുഴക്കരിയിലുണ്ടായിരുന്നു സാക്ഷികളായിട്ട്. സ്തോത്രം. അച്ഛൻ ദൈവമക്കളെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ എങ്ങനെയൊക്കെയാ? ഞാനേ പറഞ്ഞില്ലേ, ഞാൻ ഈ അവരെ കേട്ടരുതെന്ന് പറഞ്ഞു. അതുപോലെ പ്രാർത്ഥനയ്ക്ക് കൂട്ടായ്മയിൽ പോയ സഭയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് പഠിപ്പിച്ചത്. അങ്ങനെയാണ് പൊതുവെയുള്ള പഠിപ്പിൽ. സഭ പള്ളിയിൽ പരസ്യമായിട്ട് വിളിച്ചു പറയില്ല, ഇന്ന കുടുംബക്കാരെ നമ്മളെ വിലക്കിയിരിക്കുന്നു, നമ്മുടെ പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ട് അവർ പ്രാർത്ഥനയ്ക്ക് പോയി അവരെ വിലക്കിയിരിക്കുന്നു എന്നുള്ളത്. സോ അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. അപ്പോൾ ശരിക്കും കുത്തിവെച്ചുകൊണ്ടിരുന്ന ഒരു വെറുപ്പിൻ്റെ ആത്മാവിനെയായിരുന്നു. ഇങ്ങനെയുള്ളവരുമായിട്ട് യാതൊരു സഹകരണവും പാടില്ല എന്നുള്ള ഒരു പഠിപ്പിക്കൽ തന്നെ. ഇന്നും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഡാനിയൽ പൂവണത്തെങ്കിലും ഈ ജോസഫ് പുത്തമ്പുരയ്ക്കലും അതേപോലുള്ള കുറേ ധ്യാനഗുരുക്കന്മാരുടെ ടോക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇപ്പോഴും ആ വൈരാഗ്യം ജനങ്ങൾക്ക് കുത്തിക്കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ദ കാത്തലിക് ചർച്ച് ട്രഡീഷൻ ഈസ് ദാറ്റ്. കത്തോലിക്ക സഭയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് ദൈവവചനമല്ല, ക്രിസ്തുവല്ല, പത്രോസാകത പറയാണ്. അപ്പോൾ അവർക്ക് വചനം വചനത്തിന് 3-ാം സ്ഥാനമേ ഉള്ളൂ. ഇല്ലേ? 1-ാം സ്ഥാനം കർത്താവിനല്ല, കാരണം അടിസ്ഥാനം പത്രോസാകുന്ന പറയാണ്. 2-ാം സ്ഥാനം യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയത്തിന്, അതും ബൈബിളിലുള്ള മറിയത്തിനല്ല, ബൈബിൾ ഇല്ലാത്തൊരു മറിയത്തെയാണ് റോമൻ കാത്തലിക് ചർച്ച് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. 2-ാം സ്ഥാനം യേശുവിൻ്റെ, 3-ാം സ്ഥാനമേ ഉള്ളൂ കർത്താവിന്. അതാണ് കാത്തലിക് ചർച്ചിൻ്റെ പ്രത്യേകത. സോ അങ്ങനെ കർത്താവിൻ്റെ സഭയെ ഉപദ്രവിച്ചിരുന്ന എന്നെ, സ്തോത്രം, കർത്താവ് സത്യം വെളിപ്പെടുത്തി തന്നു. എന്താണ് സത്യം? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യത്തിൽ കർത്താവ് വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 8:31-32. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഈ തിരുവചനമാണ് എൻ്റെ വിടുതലിൻ്റെ കുറിവാക്യം. എൻ്റെ രക്ഷയുടെ അടിസ്ഥാന വചനം ഇതാണ്. കർത്താവ് യേശുക്രിസ്തു ആകുന്ന സത്യം പരിശുദ്ധാത്മാവ് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഈ അച്ഛനിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചത് ക്രിസ്തു മതത്തിലെ തെറ്റും ദൈവവചനത്തിലെ സത്യവുമാണ്. ക്രിസ്തു മതത്തിൻ്റെ തെറ്റെന്താ? ഇന്നും ക്രിസ്തു മതമെന്നാണ് പറയുന്നത്. ഇപ്പോഴത് വലിയൊരു വൈറലായിട്ടുള്ള ടീച്ചിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാത്തലിക് ചർച്ച് ഒരു മതമാണെന്നും ആ മതത്തിൻ്റെ സഹോദര സഭകളാണ്, കൂട്ടുകെട്ടാണ് ഇസ്ലാം മതവും യഹൂദ മതവും. അപ്പോൾ പരസ്യമായിട്ടത് പറയുക. എന്നാൽ ദൈവവചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ രാവും പകലുമുള്ള വ്യത്യാസമാണ്. ദൈവവചനത്തിലെ ക്രിസ്തുവല്ല മുസ്ലിം സഹോദരങ്ങൾ ഏറ്റുപറയുന്ന ഈശാ നബി. ഈശാ നബി ബൈബിളിലുള്ള നബിയല്ല, ബൈബിളിലുള്ള ക്രിസ്തു ഒരിക്കലും. ഇതാണ് പിശാചിൻ്റെ കൊടിയിലെ തന്ത്രമെന്ന് പറയുന്നത്. തിരുവചന സത്യം അറിയുമ്പോഴാണ് ആരാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തു എന്ന് വെളിപ്പെടുന്നത് ഈ പുസ്തകത്തിലാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരുപക്ഷെ നിങ്ങൾ റോമൻ കാത്തലിക് ചർച്ചിലായിരിക്കാം. അതുകൊണ്ട് ഒരു പ്രയാസം എന്നോട് തോന്നരുത്. ആ തിരുവചനത്തിലുണ്ട് ഈ സത്യം. പുതിയ നിയമം 27 പുസ്തകം എല്ലായിടത്തും സെയിമാണ്. പഴയ നിയമത്തിലാണ് ഒരു 7.5 പുസ്തകം കയറ്റിയിരിക്കുന്നത്. അത് റോമൻ കാത്തലിക് ചർച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന
ദുരാചാരങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങൾ പലതും ദൈവവചനാടിസ്ഥാനത്തിലാണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് അതിൽ ചേർത്തിരിക്കുന്നത്. ഈ പറയപ്പെട്ട 7 പുസ്തകത്തിൽ നിന്ന് കർത്താവോ ശിഷ്യന്മാരോ ആരും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. കൂട്ടിച്ചേർക്കപ്പെട്ടതിൻ്റെ കാരണം ഇപ്പോഴും ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1, 2 മക്കബായർ, തോബിത്ത്, ഈ പുസ്തകങ്ങളിലൊക്കെയാണ് ബലിയർപ്പണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബലിയർപ്പണത്തെ സാധൂകരിക്കാനാണ് ഈ പുസ്തകം 3 കയറ്റിയിരിക്കുന്നത്. അതുപോലെ കത്തോലിക്ക സഭ അതൊരു മതമാണ്. 2 വ്യത്യാസമുണ്ട്. റോമൻ കത്തോലിക്ക സഭയും കാത്തലിക് ചർച്ച് രണ്ടാണ്. കാത്തലിക് ചർച്ച് എന്ന് പറഞ്ഞാൽ അത് സാർവത്രിക സഭയാണ്, യൂണിവേഴ്സൽ സഭയാണ്. പക്ഷെ കളർ മാറുന്നത് റോമൻ കാത്തലിക് ചർച്ച് ആകുമ്പോഴാണ് ഈ സകല ദുരാചാരങ്ങളുടെയും കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇപ്പം ഇതാണ് സത്യം. ഈ തിരുവചനത്തിലേക്ക് നോക്കിയപ്പോഴാണ് ക്രിസ്തു മതത്തിലെ തെറ്റ്. അപ്പൻ്റെ അപ്പൻ, അപ്പൂപ്പൻ, അമ്മയുടെ അമ്മ, മുതുമുത്തശ്ശി എന്ത് പറഞ്ഞോ എന്ത് പഠിപ്പിച്ചോ അതേ ചെയ്യൂ. ഈ ചെയ്യുന്നതും ഈ പറയുന്നതും എല്ലാം ഈ പുസ്തകത്തിലുണ്ടോ എന്ന് നോക്കാറില്ല. ഒന്ന് ചുറ്റും കണ്ണുപിടിച്ചാൽ മതി. നടന്നുകൊണ്ടിരിക്കുന്ന 99 ആചാരാനുഷ്ഠാനങ്ങളും ഈ വചനവിരുദ്ധമാണ്. ഇതെല്ലാം വിജാതീയ മാർഗത്തിൽ നിന്ന് കടമെടുത്തതാണ്. ആ സത്യം അറിയണമെങ്കിൽ ക്രിസ്തു എന്ന സത്യത്തിലേക്ക് നോക്കണം, തിരുവചനത്തിലേക്ക് നോക്കണം. യു വിൽ കം ടു നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ എന്നാ പറഞ്ഞത്. സത്യം ഈ പുസ്തകമാണ്, ദൈവത്തിൻ്റെ വചനമാകുന്ന ആണ് സത്യം. ഈ സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ. അപ്പോൾ നമ്മളെ വിശുദ്ധീകരിക്കുന്നതും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നതും ഈ പുസ്തകത്താലാണ്, ഈ തിരുവചന സത്യത്തിലാണ്. സ്തോത്രം. നമ്മളെ വിശുദ്ധീകരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ when we come to know the truth and truth will set you free. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവ് ആ തിരുവചന സത്യം ഈ അച്ഛനിലൂടെ മനസ്സിലാക്കി തന്നപ്പോഴാണ് ഞാൻ സ്വതന്ത്രനായത്. അങ്ങനെ സ്നാനപ്പെട്ട് 1 മാസത്തോളം ആശ്രമത്തിലുണ്ടായിരുന്നു. എനിക്ക് 2 കമ്മിറ്റ്മെൻറ്റ് തീർക്കാനുണ്ടായിരുന്നു. ഒന്ന്, ധ്യാനഗുരു എന്നുള്ള നിലയിൽ കണക്ക് കൊടുക്കാതെ പോയാൽ അവർ പറയും ഞാൻ പണം ഓടിച്ചുകൊണ്ട് പോയെന്ന് പറയും. എൻ്റെ കർത്താവിൻ്റെ നാമം ദൂഷിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചില്ല. സെക്കൻഡ് കമ്മിറ്റ്മെൻറ്റ്, ഞാൻ റോമൻ കാത്തലിക് ചർച്ചിലെ ഏറ്റവും അവസാനമായിട്ട് ധ്യാനിപ്പിച്ചത് ചങ്ങനാശ്ശേരി രൂപതയിൽ 3000 കാറ്റക്കിസം സ്റ്റുഡൻസിനെയാണ്. ഈ പ്രോഗ്രാം തീരാനായിട്ട് ഞാൻ കാത്തു. പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ചങ്ങനാശ്ശേരിയിലുള്ള കത്തീഡ്രൽ പള്ളിയിൽ വന്നു. എന്നാൽ തിരുവചനത്തിൻ്റെ സത്യം മനസ്സിലാക്കിയോടുകൂടി വചനവിരുദ്ധമായിട്ടുള്ള പല ആചാര അനുഷ്ഠാനങ്ങളും ഞാൻ ചെയ്തില്ല. ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് കുട്ടികളുടെ പ്രോഗ്രാമായ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് സ്കൂളിലും കോളേജിലും കുട്ടികളെയാണ് ധ്യാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമായ കാരണം അത് തീരാനായിട്ട് കാത്ത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്ന കാവാലം കണ്ണാടി പള്ളിയിലിരുന്ന ജെയിംസ് അച്ഛനാണ് ആ പ്രോഗ്രാമിനെ ഏൽപ്പിച്ചത്. കുട്ടികളുടെ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ കത്തീഡ്രൽ വന്ന് 1 ദിവസത്തെ കുട്ടികളുടെ ധ്യാനം കഴിഞ്ഞു. അപ്പോൾ കുട്ടികളുടെ ആ ധ്യാനത്തിൻ്റെ സമയത്ത് കുമ്പസാരവും കുർബാനയൊക്കെ മറ്റച്ഛന്മാരെ ഏൽപ്പിച്ചു. ഞാൻ വചനം മാത്രം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു പോന്നു. 1 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആശ്രമത്തിൽ നിന്നുള്ള ഒരു ഫോൺ കോൾ, അന്നത്തെ സുപ്പീരിയറായിരുന്ന ജോസഫ് ഡിക്രൂസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ക്രിസ്പനച്ച, നമ്മുടെ ആശ്രമത്തിന് ചുറ്റുമുള്ള കത്തോലിക്കർ ഇവിടെ വന്ന് ഭയങ്കര ബഹളോടും ഒരു പെന്തക്കോസ് മാഗസിൻ കാണിച്ചുകൊണ്ട് അച്ഛനൊരു പുഴയിൽ ഇങ്ങനെ മുങ്ങിപ്പോകുന്ന ഒരു ഫോട്ടോ, ഇതെന്താ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പരമ രഹസ്യമായിട്ട് വെച്ചത് പരമ പരസ്യ ഇവർക്ക് എങ്ങനെയോ ഈ ഒരു പെന്തക്കോസ് മാഗസിൻ കിട്ടി. അതിൽ പറഞ്ഞിരിക്കുന്നതാണെന്നാ, ഞാൻ സ്നാനപ്പെടുന്ന ഫോട്ടോയുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത്, ടൈറ്റിൽ എന്ന് പറയുന്നത് ധ്യാനഗുരു സ്നാനപ്പെട്ട്. അയ്യോ, ഇതിൽ ഞാൻ ഇവരുടെ കൂടെ ചേർന്നാണ് പല സ്ഥലങ്ങളിലും ഈ ദൈവമക്കളെ ഉപദ്രവിച്ചത്. ഇല്ലേ, അവർ തിരിഞ്ഞ് എന്നെ കീറാനായിട്ട് എന്നെ കൈ കെട്ടിയ അടിക്കുമെന്നും പറഞ്ഞ ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ അച്ഛനോട് പറയും, ഇവിടെ ആൾക്കാർ അങ്ങ് ഇളകി നിൽക്കുകയാണ്, തന്നെ കിട്ടിയാൽ അടിക്കുമെന്നും പറഞ്ഞ്. ഞാൻ പറഞ്ഞാ ആ കാണുന്നത് ഞാൻ സ്നാനപ്പെട്ട ഫോട്ടോയാണ്. സ്നാനമാ? അതെ,
ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് പോകാനായിട്ട് ആദ്യം എടുത്ത സ്റ്റെപ്പാണ് കർത്താവ് കൽപ്പിച്ച സ്നാനം. ആ കർത്താവ് ഏറ്റ സ്നാനമാണ് ഞാൻ ഏറ്റത്. അപ്പോൾ എന്നോട് പറഞ്ഞു, താൻ ചതിച്ചില്ല. ഞാൻ പറഞ്ഞില്ല അച്ഛാ, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് പോകാനായിട്ട് എടുത്ത തീരുമാനമാണ്. അങ്ങനെ കുട്ടികളുടെ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ ആശ്രമത്തിൽ രാത്രി വന്നു. ഞാൻ അവിടെ വന്നെന്ന് അറിഞ്ഞപ്പോൾ ആൾക്കാർ പലരും എൻ്റെ അടുത്ത് വന്നു. എന്തൊരു ദേഷ്യമായിരുന്നു. ചിലരൊക്കെ എന്നെ അത്യാവശ്യം എൻ്റെ പേരിന് മുമ്പിൽ ചില ഓമന പേരൊക്കെ ഇട്ട് എന്നെ വിളിച്ചു. നമ്മളുടെ ചിന്താഗതി പിശാചെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക രൂപത്തിൽ കൊമ്പും പാലും പല്ലുമൊക്കെ ചാടിച്ച് വരുന്ന ഒരു വ്യക്തിയായിരിക്കുമെന്ന്. ശരിക്കും പിശാച് എന്ന് പറയുന്നത്, പിശാചുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അവൻ വെളിപ്പെട്ട് വരുന്നത് മനുഷ്യന്റെ രൂപത്തിലാണ്. അപ്പോൾ പിശാചിനെ കാണണമെങ്കിൽ ഈ സിമിത്തേരിയിലൊന്നും പോകേണ്ട കാര്യമില്ല. ഒന്ന് പരസ്പരം നോക്കിയാൽ മതി. ഇതെപ്പോൾ വെളിപ്പെടുമെന്നറിയാമോ? വീട്ടിലിരിക്കുന്ന ബൈബിൾ മാർക്കോസ് 16 പ്രകാരം ഒന്ന് സ്നാനപ്പെട്ട് നോക്കും. അപ്പോൾ നിന്നെ സ്നേഹിച്ചിരുന്ന വ്യക്തികൾ നിനക്കെതിരാകും. നിന്നെ കടിച്ചു കീറി തിന്നാനുള്ള ദേഷ്യമാവും. ഈ ആൾക്കാർ എന്നോട് ചോദിച്ചു, എന്നാ പിന്നെ പള്ളി വന്നപ്പോൾ ഈ സത്യം എന്ത് ഞങ്ങളോട് പറഞ്ഞില്ല? ഞാൻ പറഞ്ഞു, ഞാനന്ന് വന്നപ്പോഴേ എനിക്ക് സത്യം അറിയത്തില്ലായിരുന്നു. ഇത് പരിശുദ്ധാത്മാവ് സത്യം വെളിപ്പെടുത്തി തന്നു. യേശുവിൻ്റെ അമ്മയാ വിശുദ്ധ മറിയം പറഞ്ഞ ആ കൽപ്പന, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യേ. കർത്താവ് പറഞ്ഞു, ഇഫ് യു ലവ് മീ യു വിൽ ഒബേ മൈ കമാൻഡ്മെന്റ്സ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കും. ഞാൻ കർത്താവ് പറഞ്ഞതനുസരിച്ചു. പക്ഷേ അവർക്കത് പലരും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം റോമൻ കാത്തലിക് ചർച്ചിൻ്റെ അത്ര അന്ധകാരത്തിലുള്ള ഒരു ടീച്ചിങ്ങാണ്. ജനത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അപ്രകാരമുള്ളൊരു അന്ധതയാണ് അതിൽ. അത് ആ മൂടുപടം മാറി കിട്ടുന്നത് തന്നെ ഏറ്റവും വലിയ സ്വർഗീയ തെരഞ്ഞെടുപ്പാണ്. യു ചോസ് മീ നോട്ട് ബട്ട് ഐ ചോസ് യു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ലേ, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് വരുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തു യേശുവിൽ അവിടെ നമ്മളെ തിരഞ്ഞെടുത്തു. എന്തിനാ? വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിക്കുവാൻ. അപ്പോൾ അപ്രകാരം ഒരു വിളി കർത്താവ് എനിക്ക് തന്നു. ആ വചനപ്രകാരം ഞാൻ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്നപ്പോഴാണ് ശരിക്കും ശിഷ്യത്വത്തിൻ്റെ വില എന്തെന്ന് ഞാൻ അറിയുന്നത്. സ്തോത്രം. ഈ ബൈബിളും വായിക്കാം, വായിച്ച് കേൾക്കാം. എന്നാൽ വെളിപ്പാട് പുസ്തകം 1:3 പറയുകയാണ്, ഈ തിരുവചന ഗ്രന്ഥം വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും ഇതിൽ പറയുന്നത് പ്രമാണിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനെന്നാണ്. സ്തോത്രം. 2 കാര്യങ്ങൾ വൃത്തിയായിട്ട് റോമൻ കാത്തലിക് ചർച്ചിൽ നടക്കുന്നുണ്ട്. ബൈബിള് വായിക്കുന്നുണ്ട്, വായിച്ച് കേൾക്കുന്നുണ്ട്. പക്ഷെ 3-ാമത്തെ കാര്യം ചെയ്യുന്നില്ല. ഇതിൽ പറയുന്നത് അനുസരിക്കുന്നില്ല. യു കോൾ മീ ലോർഡ് ലോർഡ് ആൻഡ് വൈ ഡോണ്ട് യു ഒബേ വാട്ട് ഐ സേ. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവ് എന്ന് വിളിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ല? അനുസരിക്കുന്നത് വ്യർത്ഥമായ ജൽപ്പനത്തിൽ നിന്നും വ്യർത്ഥമായ പിതൃപാരമ്പര്യത്തിൽ നിന്നുമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ശരിക്കും കർത്താവ് എഴുതി തന്ന, പരിശുദ്ധാത്മാവ് ദൈവം എഴുതി തരുന്ന ഈ തിരുവചനമല്ല അവിടെ അനുസരിക്കുന്നത്. അങ്ങനെ ഞാൻ അനുസരിച്ചപ്പോൾ എന്നെ ഉപദ്രവിക്കാൻ ആൾക്കാർ, സ്തോത്രം, എന്നെ കൈവെപ്പ് ശുശ്രൂഷ മാത്രം നടത്തിയില്ല, ബാക്കിയെല്ലാം ചെയ്തു. സ്തോത്രം. അങ്ങനെ എൻ്റെ മേലധികാരിയായിരുന്ന ഗോഡ്വിൻ അച്ഛന് ഞാനൊരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതി. കൊച്ചിൻ സഭ ഇത്ര നാൾ എനിക്ക് നൽകിയ ജ്ഞാനത്തിനും നന്മയ്ക്കും എല്ലാത്തിനും ഞാൻ നന്ദിയുള്ളവനാണ്. ഇന്നു മുതൽ എന്നെ അനുഗ്രഹിച്ച് അയക്കണമേ എന്ന് പറഞ്ഞ ഒരു റെസിഗ്നേഷൻ ലെറ്റർ അച്ഛൻ്റെ മറുപടിക്കാൻ ഞാൻ കാത്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഫോൺ കോൾ. അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ക്രിസ്ത്യൻ, ഐ ഗോട്ട് യുവർ ലെറ്റർ, ഐ റെഡ് ഇറ്റ്. അച്ഛൻ സ്നാനപ്പെട്ടെന്നോ പെന്തക്കോസ് മൂവ്മെൻറ്റിൽ പോയെന്നോ ഒക്കെ കേൾക്കുന്നത്. സ്നാനപ്പെട്ടോ പ്രശ്നമില്ല, സ്നാനപ്പെട്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അച്ഛനെങ്ങും പോകണ്ട.
അടുത്ത ചോദ്യം എന്നോട് ചോദിച്ചത്, അച്ഛൻ പോയാൽ എങ്ങനെ ജീവിക്കും? യെസ്, ഒരു സന്യാസി എന്നുള്ള നിലയിൽ ഒരു പേഴ്സണൽ ഏണിങ്സ്, വ്യക്തിപരമായ സമ്പാദ്യം ഇല്ല, എല്ലാം കോമണാണ്. അപ്പോൾ നിങ്ങൾ ഈ കപ്പുച്ചനച്ചന്മാരുടെ ഡ്രസ്സ് കണ്ടു കാണുമായിരിക്കാം. കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിലൊന്ന് പരതിയാൽ മതി. ഒരു ജോസഫ് പുത്തമ്പരക്കൽ കാപ്പിപ്പൊടി അച്ഛനെന്നാണ് പുള്ളിയെ വിളിക്കപ്പെടുന്നത്. അതെ, അദ്ദേഹം എൻ്റെ 2 വർഷത്തെ ജൂനിയറാണ്. അതെന്നെ ജോസഫ് പുത്തമ്പരക്കലിൻ്റെ ഒരു പ്രത്യേക ശൈലിയായിരുന്നു എവിടെ ചെന്നാലും പെന്തക്കോസ്ത് സഹോദരങ്ങളെ മാന്തുക എന്നുള്ളത്. അങ്ങനെ ഞാൻ ജോസഫിനെ മാന്തി ഒരു വൈറൽ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഏകദേശം ഒരു 70,000 ആൾക്കാർ അത് കണ്ടു. സ്തോത്രം. ഞാനും ജോസഫിനെ പോലെ മാന്തിയവനാണ്. അവസാനം ഞാൻ കർത്താവിൻ്റെ മക്കളെ കീറിയതുപോലെ കൈകാര്യം ചെയ്തതുപോലെ കർത്താവ് എന്നെയും കൈകാര്യം ചെയ്തു. സ്തോത്രം. അങ്ങനെ അച്ഛൻ്റെ ചോദ്യം, പോയാൽ എങ്ങനെ ജീവിക്കും? ഞാൻ പറഞ്ഞു, ഞാൻ പോകുന്നത് ഒരു മനുഷ്യൻ്റെ വേലക്കായിട്ടില്ല. ഞാൻ പോകുന്നത് ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തു എന്നെ ഭരമേൽപ്പിച്ച സുവിശേഷ വേലയ്ക്കാണ്. ഏലിയാവിനെ പോറ്റിയത് കാക്കയെ കൊണ്ടാണെങ്കിൽ അവൻ എന്നെ പോറ്റും. ഞാൻ വചനം പറഞ്ഞപ്പോൾ അച്ഛൻ പറയണേ, ഇവിടെ വചനം പറയാനൊക്കെ എളുപ്പമാണ്, ഇയാൾ ഇറങ്ങി പൊള്ളുമ്പോൾ പഠിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ലച്ച, ഇല്ല, ഞാൻ അറിഞ്ഞ സത്യം ഈ ദേശത്തോട് എനിക്ക് പച്ചയായിട്ട് വിളിച്ചു പറയണം. അങ്ങനെ വിശുദ്ധ പൗലോസിനെ പോലെ സകലം ചപ്പും ചവറുമായി എണ്ണി ഞാൻ ചെല്ലുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. എൻ്റെ വീട്ടുകാരുടെ പ്രത്യേകത, അവരും പെന്തക്കോസ്ത് വിരോധികളാണ്. അവരൊക്കെ പള്ളിയിലെ പല കാര്യങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായി സംബന്ധിച്ചു പോകുന്നവരാണ്. ഞാൻ വീട്ടിൽ ചെന്നു, ഒരാഴ്ചയായി. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഏറ്റവും ഇളയ അനുജനും എൻ്റെ അമ്മയും തറവാട്ടിലും, ബാക്കി എല്ലാവരും വിവാഹിതരായി ഇവിടെ താമസിക്കാം. ചെന്ന് ഒരാഴ്ചയായി. അപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സ് അച്ഛന്മാരും ഞാൻ ധ്യാനിപ്പിച്ചിട്ടുള്ള കന്യാസ്ത്രീകളും എൻ്റെ വീട്ടിൽ വന്നു എന്നെ തിരികെ കൊണ്ടുപോകാനായിട്ട്. അച്ഛന്മാരും കന്യാസ്ത്രീകളും വീട്ടിൽ വന്നപ്പോൾ എൻ്റെ സഹോദരങ്ങളെല്ലാം കൂടി തറവാട്ടിൽ വന്നു. എല്ലാവരും തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഒരു ചെറിയ ഒരു കമ്മിറ്റി പോലെ എല്ലാവരും കൂടെ കൂടി. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛന്മാർ പറഞ്ഞത്, ഞങ്ങൾ വന്നത് ക്രിസ്ത്യനച്ഛനോട് ഒരു കാര്യം പറയാനാണ്. അച്ഛൻ ദയവായി കത്തോലിക്ക സഭ വിട്ടു പോകരുത്. അച്ഛനെപ്പോലുള്ള ധ്യാനഗുരുവിനെ നഷ്ടപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അച്ഛൻ തിരികെ വരണം. അച്ഛൻ പെന്തക്കോസ്തിൽ ചേരാനായിട്ട് സ്നാനപ്പെട്ട് എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ദയവായി അച്ഛൻ പോകരുത്. അച്ഛനെ പോലുള്ള ഒരു ധ്യാനഗുരുവിനെ നഷ്ടപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അച്ഛന്മാരിത് പറയുമ്പോണ്ടല്ലോ, ഞാൻ ശ്രദ്ധിച്ചത് അച്ഛന്മാരെ അല്ല, ചിരിച്ചുകൊണ്ടിരുന്ന എൻ്റെ സഹോദരങ്ങളെയാണ്. ഇത് വാർത്ത കേട്ടോടുകൂടി അവരുടെ ദേഷ്യം കടിച്ചീർത്തിനുള്ള ദേഷ്യമായിരുന്നു. ഞാൻ അച്ഛന്മാരോട് പറഞ്ഞു, ഞാൻ തിരിച്ച് കത്തോലിക്ക സഭയിലേക്ക് വരാം, ബട്ട് വൺ കണ്ടീഷൻ. ഇനി ഞാൻ റോമൻ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്നാൽ റോമൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന വചനമായിരിക്കില്ല ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന തിരുവചന സത്യം ഞാൻ ദേശത്തോട് പച്ചയായിട്ട് വിളിച്ചു പറയും. നിങ്ങൾക്ക് അതിന് സമ്മതമാണെന്ന് ചോദിച്ചു. അപ്പൊ അച്ഛന്മാർ പറയണേ, അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യനച്ഛൻ വരണ്ട. അത്ര ഈസിയല്ല സഹോദരങ്ങളെ. റോമൻ കാത്തലിക് ചർച്ചിൽ ഇരുന്ന് ഈ ബൈബിൾ അടിസ്ഥാനത്തിൽ ശുദ്ധ സത്യം വിളിച്ചു പറയാൻ പാരമ്പര്യം സമ്മതിക്കത്തില്ല. അങ്ങനെ അവർ തിരിച്ചുപോയി. കന്യാസ്ത്രീകൾ കരഞ്ഞുകൊണ്ടാണ് പോയത്. എന്നാൽ എൻ്റെ സഹോദരങ്ങൾ വിട്ടില്ല എന്നെ. അവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായി. അവർ പറഞ്ഞു, ഞങ്ങൾ നാണം കെടുത്തരുത്, ഞങ്ങൾക്ക് ഇറങ്ങി പുറത്തു നടക്കണം, അതുകൊണ്ട് തിരികെ പോകണം. ഞാൻ പറഞ്ഞു, ഞാൻ വന്നത് തിരികെ പോകാനല്ല, ഞാൻ വന്നത് കർത്താവിൻ്റെ വേലയ്ക്ക് പോകാനാണ്. കർത്താവിൻ്റെ വേല. അപ്പം ഇതുവരെ ചെയ്ത ആരുടെ വേല?
ഞാൻ പറഞ്ഞു, ഇതുവരെ ചെയ്ത ഒരു മനുഷ്യൻ പറഞ്ഞ വേലയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തുന്ന തിരുവചന പ്രഘോഷണ സത്യ സുവിശേഷ വേല. അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, പോകത്തില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോകത്തില്ല. അപ്പോൾ വേറൊരു പ്രലോഭനം കയറി വന്നത്, ആ സമയത്ത് എൻ്റെ ഒരു സഹോദരൻ കാനഡയിലുണ്ടായിരുന്നു. 10-30 വർഷമായത് അദ്ദേഹം അവിടെയായിരുന്നു. അപ്പോൾ 2000 ഹോളിഡേയ്സിന് അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നെ പ്രതിയെങ്കിലും ഓർത്ത് തിരിച്ചു പോകും. ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇദ്ദേഹം ആശ്രമത്തിൽ ആലപ്പുഴ തുമ്പുളി എന്ന് പറയുന്ന സ്ഥലത്ത് കപ്പൂച്ചൻ ആശ്രമമുണ്ട്. അവിടെ പോയി അന്വേഷിച്ച അച്ഛന്മാർ പറഞ്ഞു, ക്രിസ്മസിന് തിരിച്ച് വന്നാൽ ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അച്ഛൻ തിരിച്ച് ചെന്നാൽ അവർ എടുക്കുമെന്നാണ് പറയുന്നത്, അതുകൊണ്ട് എന്നെ പ്രതി തിരിച്ചു പോകും. ഞാൻ പറഞ്ഞു നോ. അപ്പോൾ അദ്ദേഹം ഒരു ഓഫർ തന്നത്, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ എൻ്റെ കൂടെ അങ്ങ് കാനഡയ്ക്ക് പോരാം. അവിടെ ബിഷപ്പുമായിട്ട് സംസാരിച്ചാൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ അച്ഛന് പുരോഹിതനായിട്ട് തുടരാമല്ലോ. ഞാൻ പറഞ്ഞ്, കാനഡയേക്കാൾ മനോഹരമായ ഒരു രാജ്യത്ത് പോകാൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു, ഇനി എനിക്കൊരു രാജ്യത്തും പോകണ്ട. അപ്പോൾ അവർ ചോദിക്കും, കാനഡയേക്കാൾ മനോഹരമായ രാജ്യം ഏത്? ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ രാജ്യം. ഞാൻ കൊടുക്കേണ്ടി വന്ന വില അവിടെയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ അങ്ങോട്ട് പോകാനായിട്ട്, ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം, ഞാൻ അവിടെ പോയി എനിക്ക് കിട്ടുന്ന നന്മയുടെ ഒരു പകുതി നിങ്ങൾക്ക് ലഭിക്കുമെന്നറിയാം. പക്ഷെ എനിക്ക് വേണ്ടത് പണമല്ല, എനിക്ക് വേണ്ടത് ആത്മാക്കളെയാണ്. അതോടുകൂടി രക്തബന്ധം മുറിഞ്ഞു. അച്ഛാന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് 5ാമത്തെ ബ്രദർ എന്നെ വിളിച്ചത്, ഇറങ്ങടാ പട്ടി ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. സഹോദരങ്ങളെ പോലെ, ഫ്രണ്ട്സിനെ പോലെ സന്തോഷത്തോടെ തല്ലിക്കളിച്ച് ജീവിച്ച സഹോദരങ്ങളുടെ കളർ മാറി. എൻ്റെ അമ്മ പറഞ്ഞത്, നിന്നെ ഞാൻ പ്രസവിച്ചിട്ടില്ല, നീ എൻ്റെ മകനുമല്ല. പെറ്റമ്മ മറന്നാലും മറക്കാത്തൊരു ദൈവം നമ്മുടെ കർത്താവായ യേശുവാണ്. ഇപ്പോഴേ ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യഭയമാവുന്ന കെണിയിൽ കിടക്കുകയാണെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ആ ഭയം വിട്ടു മാറി കർത്താവിനോട് ചേരുവാനുള്ള കൃപയുണ്ടാകട്ടെ. ആമേൻ. സഹോദരങ്ങൾ തള്ളും, ബന്ധുക്കാർ വെറുക്കും, കൂട്ടുകാർ വിട്ടുപോകും. എന്നാൽ എബ്രായലേഖനം 2:11 കർത്താവിൻ്റെ ഒരു സാക്ഷീകരണമുണ്ട്. എബ്രായലേഖനം 2:11 വിശുദ്ധീകരിക്കുന്നതിനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും പിതാവ് ഒരുവനല്ലോ. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമത്തെ ഞാൻ നിന്നെ സ്തുതിക്കും. ആമേൻ. ഞാൻ ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നുമ്പോൾ കർത്താവിൻ്റെ വചനം അനുസരിച്ചപ്പോൾ എൻ്റെ സഹോദരങ്ങൾക്ക് എന്നെ പുച്ഛമായിരുന്നു, ലജ്ജയായിരുന്നു. എന്നാൽ കർത്താവ് നമ്മൾ നോക്കി പറയുകയാണ്, നീ എൻ്റെ സഹോദരൻ, നീ എൻ്റെ സഹോദരി. കർത്താവിന് ലജ്ജയില്ല, പക്ഷെ കുടുംബക്കാർക്ക് പുണ്യമാണ്. എന്ത് ചെയ്താലും അവർക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇതനുസരിക്കരുത്. കർത്താവിൻ്റെ വചനം അനുസരിച്ചാൽ അവർ നിന്നെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കും, അവർ നിന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. കർത്താവിൻ്റെ പ്രവചനമാണ്. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഇവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല എവിടെ പോകണം, കയറി കിടക്കാൻ ഒരു ഇടമില്ല. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കാരണം നമുക്ക് ഈ തിരുവചന സത്യം പ്രഘോഷിച്ചെന്ന കാരണത്താൽ ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചാൽ, തല്ലിയാൽ നമുക്കത് സഹിക്കാം. പക്ഷെ സഹോദരങ്ങൾ വേർത്ത് മിണ്ടാതിരുന്നാലോ, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇതെല്ലാം സഹിക്കാനുള്ള ശക്തി നീ എനിക്ക് തരണം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥൻ. വിളിച്ചത് കർത്താവാണെങ്കിൽ വഴിയരികിലിട്ടിട്ട് പോകില്ല. അവനെ
ആരെയാണോ കർത്താവ് തിരഞ്ഞെടുത്തത് അവനെ ശക്തീകരിക്കാൻ ദൂതന്മാരെ അയക്കും. എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെ ശക്തീകരിക്കാൻ എനിക്ക് ബലം തരണമേ. അതിനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കാത്തലിക് ചർച്ചിലായിരുന്ന മറ്റ് 2 പുരോഹിതന്മാർ പരിശുദ്ധാത്മാവ് ദൈവം എന്നെ പരിചയപ്പെടുത്തി. ഒരു ഏണസ്റ്റ് അച്ഛൻ മുഖാന്തരം ഞാനൊരു മാർസലിൻ ജെ മൊറൈസ് അച്ഛനെ പരിചയപ്പെട്ടു. മാർസലിൻ അച്ഛൻ എന്നെക്കാൾ ഉന്നത പദവിയിലിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു ധ്യാനഗുരുവായിരുന്നു. അദ്ദേഹവും പെന്തക്കോസ് വിരോധിയായിരുന്നു. അദ്ദേഹത്തിനെയും കർത്താവ് പിടിച്ചു. അങ്ങനെ അച്ഛനെ വന്ന് തിരുവല്ല കുറ്റപ്പുഴയിലായിരുന്നു. അച്ഛനെ പരിചയപ്പെട്ടു. അച്ഛനെ പരിചയപ്പെട്ടപ്പോഴാണ് ഞാൻ ശരിക്കും ശക്തി പ്രാപിച്ചത്. എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നെ ഒറ്റപ്പെടുത്തി ഇറക്കിയപ്പോഴോ എനിക്ക് കടന്നു പോവുക ഒരു വഴി തുറക്കുന്നത് വരെ വീട്ടിൽ നിൽക്കാം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ പിശാച് അത് സമ്മതിച്ചില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നത് കർത്താവാണ്. മാർസലച്ചൻ പറഞ്ഞ തൽക്കാലം കയറി കിടക്കാൻ ഒരു ഇടവില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം KP യോവന സാറുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അന്ന് 2000 KP സാർ കൃപയിലായിരുന്നു. അർത്ഥം പിടി കിട്ടിയല്ലോ. അങ്ങനെ KP സാറുമായിട്ട് സംസാരിച്ചു. ആലപ്പുഴ അരൂരിൽ അവർക്ക് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരു വർക്കുണ്ടായിരുന്നു. അവിടുത്തെ പാസ്റ്ററായിട്ട് എന്നെ നിയോഗിച്ചു. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കുമ്പോൾ എനിക്ക് കയറി കിടക്കാൻ ഒരു വാടക വീട് KP യോവന സാർ മുഖാന്തരം കർത്താവ് ഒരുക്കി. ഞാൻ ആ ഒരു കാര്യത്തിൽ KP സാറിനോട് നന്ദിയുള്ളവനാണ്. 5 വർഷത്തോളം ഞാൻ KP സാറുമായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ബിഷപ്പായത്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇതിനേക്കാൾ വലിയൊരു അടിമത്തത്തിൽ നീ എന്നെ വിടിവിച്ചത്. ഇപ്പം എൻ്റെ അവസ്ഥ വറയട്ടിന്നെടുത്ത് എന്നെ രീതിയിലിട്ട് എന്നെ രക്ഷിക്കണേ കർത്താവ് എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ജോസഫ് മനക്കലച്ചനെ കർത്താവ് പരിചയപ്പെടുത്തുന്നത്. പനക്കലച്ചനല്ല, മനക്കലച്ചൻ, ജോസഫ് മനക്കലച്ചൻ. അച്ഛനെ കർത്താവ് വിളിച്ച് ഇറക്കുമ്പോൾ അച്ഛന് 74 75 വയസ്സായതുകൊണ്ട് 72 വയസ്സായതുകൊണ്ട് കേരളത്തിലെ എല്ലാ ലാറ്റിൻ ബിഷപ്പ്മാരെ പഠിപ്പിച്ച അച്ഛനാണ്. 700 കരിസ്മാറ്റിക് പാട്ടുകൾ എഴുതിയ അച്ഛനാണ്. ലാറ്റിൻ കുർബാനയുടെ മലയാളം ട്രാൻസ്ലേഷൻ നടത്തിയ അച്ഛനാണ്. അച്ഛൻ ഈ പെന്തക്കോസ് അനുഭവത്തിൽ 2001 വന്നു. അച്ഛന് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന്. അങ്ങനെ അച്ഛനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ പൊതു ശുശ്രൂഷയ്ക്ക് പോയി തുടങ്ങിയത്. അങ്ങനെ വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ എന്തെങ്കിലും നേടിയെന്നല്ല, നേടാവുന്ന ലാക്കാക്കി ഞാൻ ഓടുകയാണ്. ഞാൻ തികഞ്ഞവനെന്നല്ല, എനിക്കത് പ്രാപിക്കാമെന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ. അങ്ങനെ ഓടി 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 ഇപ്പോൾ 2024 സ്തോത്രം. 2001 ഞാൻ വിവാഹിതനായി. ഇപ്പോൾ കർത്താവിൻ്റെ വചനപ്രകാരം ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യുന്നു. നിന്ദിക്കുന്നവരുടെ ഇടയിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിൻ്റെ കർത്താവ് യേശുവാണ്. എന്നെ വീട്ടിൽ നിന്ന് നിന്ദിച്ചിറക്കിയത് അതിന് ഒരു റൂട്ട് കോസ്, പ്രധാന കാരണക്കാരൻ എൻ്റെ കാനഡയിലുണ്ടായിരുന്ന സഹോദരനായിരുന്നു. നാളുകൾക്ക് ശേഷം ഞാൻ 2009 അമേരിക്കയിൽ പോയി. ഞാൻ കാനഡയിൽ ചേട്ടായിയുടെ കൂടെ പോകാഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കിയത്. എന്നാൽ കർത്താവിനൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ അടഞ്ഞ വാതിലുകൾ കർത്താവ് തുറന്നു നിന്നിരിക്കും. കർത്താവ് മാനിച്ചാൽ ആർക്കും നിന്ദിക്കാൻ പറ്റില്ല. കർത്താവ് ഉയർത്തിയാൽ ആർക്കും പിടിച്ച് വലിച്ച് താഴെയിടാനും പറ്റത്തില്ല. താക്കോൽ അവൻ്റെ കയ്യിലാണ്. ഞാൻ അമേരിക്കയിൽ പോയി. അവിടെ PC നാക്കിൻ്റെ ഒരു കോൺഫറൻസിന് ഒരു PP കുര്യൻ പാസ്റ്റർ എന്ന് പറയുന്ന ദേവദാസൻ മുഖാന്തരം ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടി. അത് അങ്ങനെ ആണ് ഞാൻ അമേരിക്കയിൽ പോകുന്നത്. ഞാൻ അമേരിക്കയിൽ ചെന്നിട്ട് എൻ്റെ ജ്യേഷ്ഠൻ കാനഡയിൽ ഉണ്ടല്ലോ. നാളുകൾക്ക് ശേഷം ഞാൻ അദ്ദേഹമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. അവിടെ ചെന്ന് ഞാൻ എൻ്റെ ചേട്ടായിയെ വിളിച്ചു. അപ്പോൾ എൻ്റെ നമ്പർ കണ്ടപ്പോൾ ചോദിച്ചു, നീ എവിടെയാണ്? ഞാൻ പറഞ്ഞ അമേരിക്കയിൽ. അമേരിക്ക എന്തിനു വന്നു? ഞാൻ പറഞ്ഞു, വെറുതെ നടക്കാൻ വേണ്ടി വന്ന. അപ്പോൾ എന്നെ സ്പോൺസർഷിപ്പ് വന്ന് വിളിപ്പിച്ച പാസ്റ്ററായിട്ട് സംസാരിപ്പിച്ചു. അപ്പോഴത്തേക്കും
എന്നെ ഏറ്റവും കൂടുതൽ വെറുപ്പോടുകൂടി എന്നോട് സംസാരിച്ച അദ്ദേഹം പറഞ്ഞ, കത്തോലിക്ക സഭ നീ വിട്ടത് ബന്ധക്കോസക്കാരെ കാര്യമായിട്ട് നിനക്കെന്തോ തന്നത് കൊണ്ടാണെന്ന്. അങ്ങനെയാണ് എന്നെ നിന്ദിച്ചത്. പാസ്റ്ററോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഇടയ്ക്കാണ് തിരുവചനത്തിൻ്റെ സത്യം ഗോഡ്സ് ചാനലിലൂടെ മനസ്സിലാക്കിയത്. അച്ഛൻ പോകുന്ന വഴി സത്യമാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. അങ്ങനെ നാളുകൾക്ക് ശേഷം അദ്ദേഹം അവിടെ കാനഡയിൽ KC ജോൺ പാസ്റ്ററിൻ്റെ ജെയിൻ്റെ കൂട്ടായ്മയിൽ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് അവിടെ സത്യത്തിൽ ആത്മാവിലും കർത്താവിനെ ആരാധിച്ച് വരികയായിരുന്നു. സ്തോത്രം. നിന്ദിക്കുന്നവരുടെ ഇടയിൽ മാനിക്കുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവമാണ് എൻ്റെ കർത്താവ് യേശു ക്രിസ്തു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആദ്യത്തെ കല്ല് സഹോദരി നിനക്കിട്ടായിരിക്കും വരുന്നത്. എന്നാൽ കർത്താവിൻ്റെ വാഗ്ദത്തമുള്ളത്, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. അങ്ങനെ 24 വർഷമായി ഞാൻ ഓടാൻ തുടങ്ങിയിട്ട്. സ്തോത്രം. ശിശുസ്നാനമാണ് സത്യമെന്ന് പഠിപ്പിച്ച എന്നെ പരിശുദ്ധാത്മാവ് വിശ്വാസ സ്നാനമാണ് സത്യമെന്ന ബോധ്യം മനസ്സിലാക്കി തന്ന് ഞാൻ ആ വചനം സ്വീകരിച്ച് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്നതിന് ശേഷം ശിശുക്കളെ സ്നാനപ്പെടുത്തിയ ഈ കൈകൊണ്ട് തന്നെ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താനായിട്ട് കർത്താവ്, അതും വെള്ളത്തിൽ മുഴുകൽ സ്നാനം, വലിയ കുളത്തിലും ആറ്റിലും അതുപോലെ തന്നെ നമ്മൾ സാധാരണ ടാങ്കിലും. പിന്നെ ഒരു പ്രത്യേകത, ഈ പ്ലാസ്റ്റിക് കൊണ്ട് ബാത്ത് ടപ്പ് കിട്ടും. നമ്മൾ വീട്ടിൽ കുളിക്കാനായിട്ട് കെട്ടിയുന്ന ബാത്ത് ടപ്പ് ഉണ്ടല്ലോ, അതുപോലെ. അങ്ങനെ ആ ബാത്ത് ടപ്പ് കൊണ്ട് ഞാൻ 2 അമ്മച്ചിമാരെ സ്നാനപ്പെടുത്തി. ഒന്ന് ഇവിടെ പത്തനംതിട്ടയും മറ്റൊന്ന് എറണാകുളത്തും. 2 അമ്മച്ചി. അതെ, അവരുടെ പ്രായം, പത്തനംതിട്ട അമ്മച്ചിയുടെ പ്രായം 85. ഇവിടെ എറണാകുളത്തെ അമ്മച്ചിയുടെ പ്രായം 92. കത്തോലിക്കര ഇല്ല. ഒന്ന് പിന്നെ കത്തോലിക്കരായ ഒരമ്മച്ചിയെ പന്തളം അച്ചൻകോവിലാറ്റിൽ ഞാൻ സ്നാനപ്പെടുത്തി. അത് 84 വയസ്സുള്ള അമ്മച്ചി കറ തീർന്ന കത്തോലിക്കയായിരുന്നു. ഇവിടെ പുന്നപ്പുറ IMS ധ്യാനകേന്ദ്രത്തിലെ ഒരു പ്രധാന സന്ദർശകയായിരുന്നു. അമ്മയുടെ വെച്ചൊരു കണ്ടീഷൻ എന്താണെന്നറിയാം? ഞാൻ സ്നാനപ്പെടാം. അമ്മയുടെ 2 പെൺമക്കള് പെന്തക്കോസ്ത് അനുഭവത്തിലാണ്. അമ്മ പറഞ്ഞ്, ഞാൻ സ്നാനപ്പെടാം, ഈ ദൈവവചനത്തിന്റെ സത്യം പറഞ്ഞ് ഇറങ്ങി വന്ന ഒരു അച്ഛൻ ഉണ്ടെങ്കിൽ ഞാൻ സ്നാനപ്പെടാന്ന് പറഞ്ഞു. ഈ സഹോദരന്മാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ അമ്മയുടെ ആഗ്രഹം ഇങ്ങനെയാണ്, പക്ഷേ അമ്മയ്ക്ക് നടക്കാൻ വയ്യ, ഞങ്ങൾ എങ്ങനെയെങ്കിലും അമ്മയെ കൊണ്ടുവരാം. അമ്മയുടെ കണ്ടീഷൻ ഇതാണ്, ഈ സത്യം പറഞ്ഞ ഒരു കത്തോലിക്ക ആയിരുന്ന പുരോഹിതനെ സ്നാനപ്പെടുത്തണമെന്ന്. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ റെഡി. അങ്ങനെ ആ അമ്മച്ചിയെ സ്നാനപ്പെടുത്താൻ പന്തളത്തെ അച്ചൻകോവിലാറ്റിൽ വന്നു. അമ്മച്ചിയെ കൊണ്ടുവരുന്നത് ഈ കസേരയുടെ അകത്താണ്. അമ്മച്ചി നടക്കാൻ പറ്റില്ല. അപ്പോൾ എന്നാൽ വലിയ അത്ഭുതം എന്ന് പറയുന്ന, ഈ സ്നാനം കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ പുഴയ്ക്കരികിൽ കസേരയിൽ ഇരിക്കുന്ന അമ്മച്ചിയെ ഞാൻ ചെന്ന് കൈ പിടിച്ചു. ഞാൻ പറഞ്ഞേ, അമ്മച്ചി എണീക്ക്. അമ്മ എണീറ്റ് എൻ്റെ കൈ പിടിച്ച് ഈ നെഞ്ചപ്പോവും വെള്ളത്തിലേക്ക് അമ്മ ഇറങ്ങി വന്ന്. എനിക്ക് ഇത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷമായിരുന്നു. അമ്മ ആ അച്ചൻകോവിലാറ്റിൽ സ്നാനപ്പെട്ടു. അതുപോലെ പന്തളത്ത് ഈ പത്തനംതിട്ട ഞാൻ സ്നാനപ്പെടുത്തിയത് ഒരു മാർത്തോമ അമ്മച്ചിയാണ്, 85 വയസ്സ്. ആ അമ്മച്ചിയുടെ 2 മക്കൾ പിന്നെ ദുബായിലുണ്ടായിരുന്നു. ഞാൻ ദുബായിൽ കൺവെൻഷന് പോയപ്പോഴും അവരെ പരിചയപ്പെട്ട് അവരുടെ ആഗ്രഹം അമ്മച്ചിക്ക് സത്യം അറിയാച്ച, പക്ഷെ അമ്മച്ചി പുറത്തെങ്ങും പോകത്തില്ല. ഞങ്ങളൊരു ബാത്ത് ടപ്പ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തൊട്ടി വാങ്ങിച്ചു തരാം, അച്ഛൻ കൊണ്ടുപോയി അമ്മയെ സ്നാനപ്പെടുത്തുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബാത്ത് ടപ്പാ? അതെ, ഈ സൈക്കിളിൻ്റെ എയർ പമ്പ് കൊണ്ട് അടിച്ചാൽ അതിങ്ങനെ താപ്പ് പോലെ തൊട്ടി പോലെ പൊങ്ങി വരും. അങ്ങനെ ഞാനതുകൊണ്ട് ഈ അമ്മച്ചിയുടെ വീട്ടിൽ പോയി.
ഈ സഹോദരിമാരും അവരും വന്ന് അവധിക്കുക. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ ഒരു മുറിയിൽ സൈക്കിൾ പമ്പ് വെച്ച് അടിച്ച് ബാത്ത് ടപ്പ് ഉണ്ടാക്കി അതിൽ വെള്ളം നിറച്ച്. ഈ അമ്മച്ചിയുടെ പ്രത്യേകത, അമ്മച്ചിക്ക് വളരെ പൊക്കം കുറവാണ്. അപ്പോൾ പ്രായം കൂടെ ആയപ്പോൾ കുറച്ചുകൂടെ ചുരുങ്ങി നല്ല സ്ഫുടതയോടെ സംസാരിക്കും. അങ്ങനെ ആ അമ്മച്ചിയെ ഞാൻ ആ തൊട്ടിയിൽ സ്നാനപ്പെടുത്തി. അതാണ് ഈ ദൈവവചനത്തെ കർത്താവിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത്. ഈ തിരുവചന സത്യം വെളിപ്പെട്ട് ആർക്ക് കിട്ടുന്നോ അത് അനുസരിക്കാൻ, കർത്താവിൻ്റെ കൽപ്പനയാണ് സ്നാനം എന്ന് പറയുന്നത്, അതനുസരിക്കാൻ അസാധ്യങ്ങളെ സാധ്യമാക്കും. ഒരു വീടിൻ്റെ അകത്ത് ഒരു സ്നാനം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു തൊട്ടി ഒരുങ്ങുക എന്ന് പറയുന്നത് അമ്മ അതിൽ സ്നാനപ്പെട്ടു. ഞാനിത് വെച്ചിരുന്നു, എനിക്കറിയാം ഇതേപോലെ കേസ് കിട്ടിയും വരുമെന്ന്. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിലെ ഒരു ആൻറ്റിയുടെ അമ്മ കറ തീർന്ന CSI കാരത്തിയാണ്. മറ്റേ പത്തനംതിട്ട മാർത്തോമ അമ്മച്ചി, ഇത് CSI അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് ബൈബിള് പച്ചവെള്ളമാണ്, പക്ഷെ സ്നാനം സത്യമാണെന്നുള്ളത് വെളിപ്പെട്ട് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയുടെ വീട്ടിലൊരു പെന്തക്കോസ്ത് മകൾ ജോലിക്ക് ചെല്ലുന്നത്. ആ മകളിലൂടെ കർത്താവ് സംസാരിച്ച് അമ്മച്ചി സ്നാനപ്പെട്ടില്ലെങ്കിൽ നരകത്തിൽ പോകുന്നു പറഞ്ഞു. ഇടിവെട്ട് പോലെ ആയിപ്പോയി അമ്മച്ചി. അമ്മ മകളെ വിളിച്ചോടി, എടി മകളെ എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഈ ആൻറ്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ ആ തൊട്ടിയുമായിട്ട് എറണാകുളം ഫ്ലാറ്റിൽ ചെന്നു. ഈ അമ്മച്ചിയാണ് ഭയങ്കര തമാശക്കാരത്തിയാണ്. ഈ മക്കളുടെ തോളെ കൈയിട്ടുണ്ട്. ഞാൻ ഈ സൈക്കിൾ പമ്പ് വെച്ച് ഈ തൊട്ടി ഫില്ല് ചെയ്തിങ്ങനെ എയർ പോലെ ടോക്ട് പോലെയൊക്കെ അതിൽ വെള്ളം നിറച്ച് എന്നോട് ചോദിക്കാം, അച്ഛന് ഇത് എവിടെ നിന്ന് കിട്ടി? ഞാൻ പറഞ്ഞില്ല, അമ്മച്ചി നാളുകൾക്ക് മുമ്പ് ഇതേപോലെ ഒരു അമ്മച്ചിയെ ഞാൻ സ്നാനപ്പെടുത്തി. വളരെ സന്തോഷത്തോടെ ആ അമ്മച്ചി ആ തൊട്ടിയിൽ മുഴുകൽ സ്നാനം സ്വീകരിച്ചു. എന്ത് സന്തോഷമായിരുന്നെന്ന് അറിയാമോ? ഷണ്ണൻ സന്തോഷത്തോടെ വെള്ളത്തിൽ നിന്ന് കയറി വന്നതുപോലെ. അങ്ങനെ സ്തോത്രം. ഒരിക്കൽ വചനമെന്ന മായമില്ലാത്ത പാലിൽ മായം ചേർത്ത് പാല് വിറ്റുകൊണ്ടിരുന്ന എന്നെ ഇപ്പോൾ വചനമെന്ന മായമില്ലാത്ത പാൽ വിളമ്പാൻ കുടുംബത്തോടെ കർത്താവിനെ സഹായിക്കുന്നു. സ്തോത്രം. അങ്ങനെ ഞാനിപ്പോൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മ ഇവിടെ എറണാകുളം കവണൻ പീപ്പിളിൻ്റെ നിങ്ങൾ കാണുമായിരിക്കും, ജോസ് ആനത്താനം. അദ്ദേഹത്തിൻ്റെ മോൻ, പെങ്ങളുടെ മോൻ രാജേഷ് മാത്യു. ഞങ്ങൾക്കിവിടെ എറണാകുളത്ത് വലിയൊരു കൂട്ടായ്മയുണ്ട്. മോർ ദാൻ 2000 പീപ്പിൾ പല വിഭാഗങ്ങളിൽ നിന്ന് വന്ന് കർത്താവിൻ്റെ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുന്ന KP യോഹനാനിൽ നിന്ന് മാറിയതിന് ശേഷം ഞാൻ ഈ വിശുദ്ധ കൂട്ടായ്മയോടാണ് ചേർന്ന് പോകുന്നത്. എന്നെ കർത്താവിൻ്റെ ആഗ്രഹപ്രകാരം അയക്കുന്ന സ്ഥലത്തെല്ലാം നിർവ്യാജ സുവിശേഷം അറിയിക്കാൻ കർത്താവിനെ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നു. സ്തോത്രം. തിരഞ്ഞെടുപ്പും വിളിയും ഉറപ്പാക്കണം. വിളിക്കുന്നത് ഒരു മനുഷ്യനല്ല, ഏതെങ്കിലും ഒരു പെന്തക്കോ സഭയോട് ചേരാനല്ല, ക്രിസ്തുവിനോട് ചേരാനാണ് സ്നാനം. ക്രിസ്തു ശിഷ്യനാകാനാണ് വിളി. അങ്ങനെ കർത്താവ് തന്ന ആ സുവിശേഷപരമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. എൻ്റെ മോനാണ് തൊട്ട് അടുത്തിരിക്കുന്നത്. അവനാണ് എൻ്റെ സുവിശേഷ വേലയിൽ പാട്ട് റെക്കോർഡിങ്ങിനും പാട്ട് ഇത് മിക്സിങ്ങിനും എൻ്റെ ടോക്ക് മിക്സിങ്ങിനും ഒക്കെ സഹായിക്കുന്നത് മോനാണ്. അവനും ഓർഗൻ വായിക്കും, അത്യാവശ്യം അവനും പാടും. അങ്ങനെ എൻ്റെ വൈഫിൻ്റെ പേര് സുഷമ്മ എന്നാണ്. അങ്ങനെ കർത്താവിൻ്റെ സുവിശേഷ വേല കുടുംബമായി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ജോയ്സ് TV-യിലൂടെ എന്നെ ശ്രവിച്ച ദൈവമക്കൾക്ക് കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഓർക്കണം. പ്രത്യേകമായി നന്ദി പറയുന്നു. ജോയ്സ് TV മിനിസ്ട്രി കണ്ടക്ട് ചെയ്യുന്ന റേച്ചൽ സിസ്റ്ററിനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളെയും പ്രത്യേകമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നെ ശ്രമിച്ച എല്ലാ മക്കൾക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനവും നന്ദിയും അറിയിക്കുന്നു. May God bless you all. Thank you. കർത്താവ് ഇത്രത്തോളം ബലപ്പെടുത്തി, കർത്താവ് ഇത്രത്തോളം നിർത്തിയിരിക്കുന്നല്ലോ. അനേകർക്ക് ആശ്വാസവും തടലും തണുപ്പും വിശുദ്ധ വചനത്തിലെ
ആ സത്യത്തെ പ്രസ്താവിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് പിന്നെയും അധികമായി ഉപയോഗിക്കട്ടെ എന്ന് കർത്താവിൽ ഞങ്ങൾ ആശംസിക്കുന്നു. അനേക ഹല്ലേലൂയ സ്ഥലങ്ങളിൽ കർത്താവ് അച്ഛനെ ഉപയോഗിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. അച്ഛനൊരു വാക്ക് പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. തീർച്ചയായിട്ടും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിത്യത്തിന് പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങൾക്ക് തന്ന ഈ സ്വർഗീയ തെരഞ്ഞെടുപ്പിനായി സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുയേശുവിൽ അവിടെ ഞങ്ങളെ കണ്ട് പേര് ചൊല്ലി വിളിച്ച് നിന്റെ മാറോട് ചേർത്ത് ഹാനോക്ക് നടന്നതുപോലെ അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ജോയ്സ് TV മിനിസ്ട്രിയിലൂടെ ശ്രമിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അന്യോന്യം ഒരു അനുഗ്രഹമായി ഞങ്ങളിലൂടെ അനേകർ അനുഗ്രഹം പ്രാപിക്കാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ മുഖാന്തരം, ഞങ്ങളുടെ സാക്ഷ്യം മുഖാന്തരം അനേകരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും കരങ്ങളെടുത്ത് ഉപയോഗിക്കണം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും നമ്മളെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ സാന്നിധ്യം നമ്മുടെ ഓരോ കൂട്ടായ്മയുടെ മേലും, ജോയ്സ് TV മിനിസ്ട്രി കൂട്ടായ്മയുടെ മേലും, നമ്മുടെ ഓരോരുത്തരുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. you. ആമേൻ. താങ്ക് യു അച്ഛാ. താങ്ക് യു. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു.